മുട്ടുവേദന, ചെറിയ ജോയിൻസുകളിൽ വരുന്ന സന്ധിവേദന, ഇത് മുതിർന്നവർക്ക് മാത്രമല്ല ഇന്ന് ചെറുപ്പക്കാരിലും കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതേപോലെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം ഇതുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആമവാദം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും, അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ, അതെങ്ങനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ്. ഇത് ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. രാവിലെ എണീച്ച ഉടനെ ചെറിയ ജോയിൻസുകളിലും മുട്ടുകളിലും വരുന്ന വേദന, അസഹനീയമായ വേദന, എണീറ്റ് കുറേ നേരം ആകുന്നത് വരെ ആ ബുദ്ധിമുട്ട് അങ്ങനെ തുടർച്ചയായിട്ട് നിലനിൽക്കുക, ഇത് ചെറുപ്പക്കാരിലും കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആമവാദം എന്ന് പറയുന്നത്, ഈ ആമവാദം എന്ന പേരിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദഹനത്തിൽ വരുന്ന പ്രോബ്ലം, അതായത് നമ്മുടെ ഡൈജഷൻ, അതിൽ വരുന്ന പ്രശ്നങ്ങൾ, നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ പ്രോപ്പറായിട്ട് ദഹിക്കാതെ ആകുമ്പോൾ ചിലർക്ക് ലീക്കി ഗട്ട് എന്ന് പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉള്ളവരിൽ, അതായത് ഇപ്പോൾ ഈ പൈൽസ് ഫിഷർ ഫിസ്റ്റുല ആയിക്കോട്ടെ, മലബന്ധം ആയിക്കോട്ടെ, കുടൽ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വയർ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്ക് ഭാവിയിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരാൻ സാധ്യതയുണ്ട് എന്നതാണ് പഠനങ്ങൾ പറയുന്നത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം പലപ്പോഴും അതിൻ്റെ തീവ്രതയിൽ എത്തിയതിന് ശേഷമായിരിക്കും അത് ഡയഗ്നോസ് ചെയ്ത് നമ്മൾ കണ്ടെത്തുന്നുണ്ടാവുക. ചെറിയൊരു ജോയിൻറ്റ് പെയിൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മസിൽസിൽ വരുന്ന വേദന വരുമ്പോൾ ഒരു പെയിൻ കില്ലറോ വേദന സംഹാരികളോ നമ്മൾ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. എന്നാൽ ഇതെങ്ങനെയാണ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നത്? RA ഫാക്ടർ നോക്കാൻ പറ്റും ബ്ലഡിൽ, CRP, ഇതൊക്കെയാണ് ESR, ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് നോക്കാറുള്ളത്. എന്നാൽ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ മാത്രമായിട്ട് കൺഫേം ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, anti-CCP ആൻറ്റിബോഡി എന്ന് പറയുന്നത്. ഈ RA ഫാക്ടർ എന്ന് പറയുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലെ മാത്രമല്ല, വേറെ പല ജോയിൻറ്റ് പെയിനുകളിലും, വേറെ പല ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖം എന്ന് പറയുന്നത് സ്വന്തം പ്രതിരോധ ശേഷിനെ തന്നെ നശിപ്പിക്കത്തക്ക രീതിയിൽ നമ്മുടെ പ്രതിരോധ ഇമ്മ്യൂൺ സിസ്റ്റം മാറുന്നതിനാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ചിലർക്ക് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്, ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന വീക്കം. അപ്പോൾ ഇങ്ങനെയുള്ളവരിലും ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കൺഫേം ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് anti-CCP ആൻറ്റിബോഡി ടെസ്റ്റാണ് നമ്മൾ ചെയ്ത് നോക്കി കൺഫേം ചെയ്യേണ്ടത്. ഇനി ചിലരിലെങ്കിലും നമ്മുടെ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് ആമവാദത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കും. സന്ധിയിലുള്ള വേദന, അസഹനീയമായിട്ടുള്ള വേദന, അതും ഈ പ്രശ്നമുള്ളവർക്ക് കൂടുതലായിട്ടും ഈ ഒരു മഞ്ഞ് ക്ലൈമറ്റിൽ, അതേപോലെ മഴയുള്ള ക്ലൈമറ്റുകളിലായിരിക്കും ജോയിൻറ്റ് പെയിൻ. പൊതുവേ മുട്ടുവേദനയായാലും ജോയിൻസിന് സന്ധികളിലുള്ള എല്ലാ വേദനകളും അതിൻ്റെ തീവ്രതയിൽ എത്തുന്നത്, അതിൻ്റെ നീർക്കെട്ട് കൂടുന്നത് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴാണ്. മഞ്ഞിൻ്റെ സമയത്താണ് കൂടുതലായിട്ട് അവരുടെ വേദന അനുഭവപ്പെടുന്നത്. മുട്ടുവേദന മറ്റ് സന്ധിവേദനകളിൽ നിന്നും ആമവാദത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് കൈയും കാലും വിരലുകൾ തമ്മിൽ അനക്കാൻ പറ്റാതെ അങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ആവുക. സ്വാൻ നെക്ക് ഡിഫോർമിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ ആ ഒരു സ്വാനിൻ്റെ കഴുത്ത് പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുക. അത്രയ്ക്കും കയ്യിലും കാലിലും ഉള്ള ജോയിൻറ്റുകൾക്കാണ്, ചെറിയ ചെറിയ ജോയിൻറ്റുകൾക്കാണ് കൂടുതൽ പ്രശ്നം അനുഭവപ്പെടുന്നത്. മറ്റ് മുട്ടുവേദനകളിലൊക്കെ എല്ല് തേയ്മാനമാണെങ്കിൽ, എന്നാൽ ഈ കേസിൽ എല്ല് തേയ്മാനമല്ല, സ്വന്തം പ്രതിരോധ ശേഷി എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ആമവാദം കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീക്കി ഗട്ട്, നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം, അതിൻ്റെ നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയുടെയും ബാലൻസ്, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് പിന്നീട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ, സ്വന്തം പ്രതിരോധ ശേഷിനെ എഫക്റ്റ് ചെയ്യുന്ന ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അസുഖമുള്ളവർ നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ വയറിനെ, നമ്മുടെ ആമാശയത്തിനെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെ റെഗുലർ ആക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിക്കുന്ന 2 ഭക്ഷണങ്ങളാണ്, ഈ ഒരു ചില ഭക്ഷണങ്ങളാണ് ഈ മുട്ടുവേദന, സന്ധിവേദനയ്ക്കൊക്കെ പ്രധാന കാരണമായിട്ട് മാറുന്നതെന്ന്. സ്വീറ്റ്സ്, അതേപോലെ കാർബ്, അന്നജം അധികമായിട്ട് എടുക്കുന്നതും, അതേപോലെ തന്നെ സ്വീറ്റ്സ് അധികമായിട്ട് എടുക്കുന്നതും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ, ഇൻഫ്ലമേഷൻ കൂട്ടാനായിട്ട് കാരണമാകും. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്, ഇൻഫ്ലമേഷൻ കുറയ്ക്കത്തക്ക രീതിയിൽ, അതേപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അധികമുള്ള ബ്ലൂബെറീസ്, ചെറുധാന്യങ്ങൾ, ഇതൊക്കെ അധികം ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് തീർച്ചയായിട്ടും നല്ലോണം ഇമ്പ്രൂവ് ആക്കാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ടും സാധിക്കും. പലപ്പോഴും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇതിനെ വേദന സഹിക്കാൻ പറ്റാതെ പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരിയിലോട്ട് പോകാറുണ്ട്. അത് പിന്നീട് അവരുടെ കിഡ്നീനെ എഫക്റ്റ് ചെയ്യാനും, ചിലർക്ക് സ്റ്റിറോയിഡുകൾ ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ട് വേറെ പാർശ്വഫലങ്ങൾ അധികം വരാനും സാധ്യതയുണ്ട്. എന്നാൽ ഇത് തുടക്കം കണ്ട ഉടനെ തന്നെ
നമ്മളൊരു 6 മാസം മുതൽ 1 വർഷം അതിനുള്ളിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡീഫോർമിറ്റീസ് ഒന്നുമില്ലാതെ, അതായത് കൈ കാലുകളൊന്നും മടങ്ങാതെ സാധാരണഗതിയിൽ എല്ലാ ജോലികളും ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആമവാദമുള്ളവർ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ചെറു മത്സ്യങ്ങൾ, അയില, മത്തി, ചാള, ഇത് കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മീൻ കഴിക്കാത്തവർ അതിൻ്റെ തന്നെ ക്യാപ്സ്യൂൾസുകൾ അവൈലബിൾ ആണ്. ഫിഷ് ലിവർ ഓയിലിൻ്റെ ക്യാപ്സ്യൂളുകൾ എടുക്കുന്നതായിരിക്കും നീർക്കെട്ട് കുറയ്ക്കാൻ സഹായകരമാവും. അതേപോലെ ബദാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പേരില, പപ്പായയുടെ ഇല, പേരക്കയുടെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതും നീർക്കെട്ട്, അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായകരമാവുന്ന ഒന്നാണ്. ഇതിൽ നമ്മൾ ഭക്ഷണം ഒഴിവാക്കാനുള്ളത് സ്വീറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും അതേപോലെ ചിലർക്ക് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് കൂടാറുണ്ട്. അപ്പോൾ അതും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരമാവധി ബേക്കറി ഫുഡ് ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡുകൾ, ഇതിലെല്ലാം തന്നെ ഫ്രൈഡ് ഐറ്റംസ്, ഇതിലെല്ലാം പരമാവധി നോക്കുകയാണെങ്കിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, HFCSൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കൂട്ടുകയേ ഉള്ളൂ. അപ്പോൾ പരമാവധി പുറത്തുനിന്നുള്ള ബേക്കറി ഐറ്റംസും സ്വീറ്റനിങ് ആയിട്ടുള്ള കേക്ക്, പേസ്ട്രി ഐറ്റംസ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഭക്ഷണം ഉൾപ്പെടുത്താവുന്നതാണ്. മുടവാട്ടക്കിഴങ്ങ് എന്ന് പറയും തമിഴിൽ, ഇതിന് ആട്ടിൻകാൽ കിഴങ്ങ് എന്ന് പറയും. ഇത് നമ്മുടെ എങ്ങനെയാണോ ഒരു ആട്ടിൻ്റെ കാലിൽ മജ്ജകൾ, കാട്ടിലേജും കാര്യങ്ങളൊക്കെ ഉള്ളത്, അതുപോലെ ഇതിന് സന്ധിവേദന, അതേപോലെ ആമവാദം, ഈ ഒരു ജോയിൻറ്റ് പെയിൻസ് ഒക്കെ തന്നെ മാറാനായിട്ട് സഹായകരമാവുന്ന ഒരു ഭക്ഷണമാണ്. ഇതൊരു ഡ്രൈനേരിയ ക്യുർസിഫോലിയ എന്ന് പറയുന്ന ഒരു ഫേൺ ഗ്രൂപ്പിൽ പെടുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണ് ഇത്. ഇത് ജോയിൻറ്റ് പെയിൻസിന് വളരെയധികം ഇഫക്റ്റീവാണ്. മാത്രമല്ല ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ ഇത് ഷുഗർ പേഷ്യൻസും ധൈര്യമായിട്ട് ഇത് എടുക്കാനായിട്ട് പറ്റും. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ചെറിയ സന്ധിവേദനകൾ ഉള്ളവർ ഈ ഒരു ടെസ്റ്റുകൾ എടുത്ത് നിങ്ങൾക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാം. ഇതിൽ തന്നെ ചില കാറ്റഗറി സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയും. അതായത് RA ഫാക്ടർ നെഗറ്റീവ് ആയിരിക്കും, അതേപോലെ CCP ആൻറ്റിബോഡി അതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ അവരുടെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ, അതായത് ആമവാദത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ചികിത്സാ രീതിയും വേറെ തന്നെയാണ്. പക്ഷേ ഭക്ഷണങ്ങൾ ഇതേപോലെ തന്നെ, അതിൻ്റെ ഡയറ്റ്സ് ഒക്കെ തന്നെ ഇതേ രീതികൾ ഫോളോ ചെയ്യാവുന്നതാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമുക്ക് ആദ്യമേ തന്നെ ഈ ആമവാദം ഡയഗ്നോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ തന്നെ ഒരു 6 മാസം 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്കത് ഡയഗ്നോസ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റും ഒപ്പം ഫിസിയോതെറാപ്പി, ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാണ്. മൂവ്മെൻറ്റ് നിർബന്ധമായിട്ടും വേണം. നമ്മൾ അത് വേദനിക്കുന്നു അല്ലെങ്കിൽ അത് കൈ ചുരുങ്ങിപ്പോകുന്നു, ചിലർക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു പ്രകൃതി ഉണ്ടാകും എന്ന് വെച്ചാൽ അത് അങ്ങനെ വെച്ചിരിക്കരുത്. മാക്സിമം കൈയും കാലുകൾക്കും അനക്കം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ക്ലൈമറ്റ് മാറുമ്പോൾ ചിലർക്ക് വെയിലൊക്കെ ആ ഒരു ടൈമിലാകുമ്പോൾ വേദനകൾ പരമാവധി കുറയും. പെയിൻ കില്ലേഴ്സ് ഒരുപാട് ആശ്രയിക്കാതെ നാച്ചുറൽ പെയിൻ കില്ലേഴ്സിനെ സമീപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.